വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മളെ പരിപാടി എന്ന് പറയുന്നത് ക്രിസ്മസ് ഫ്രണ്ടിന് വേണ്ടിയിട്ട് ഞാനൊരു ഗിഫ്റ്റ് മേടിച്ചിട്ടുണ്ടായിരുന്നു. ആ ഗിഫ്റ്റ് നിങ്ങളെയും കൂടി ഒന്ന് കാണിച്ചു തരാൻ വിചാരിച്ചു. ആക്ച്വലി സെയിം ജേർണലിംഗ് സെറ്റ് ഞാൻ 2 മേടിച്ചിട്ടുണ്ടായിരുന്നു. ഒന്ന് വിന്നർക്കും ഒന്ന് എനിക്കും. ഏകദേശം ഒരു 2-3 മാസം മുന്നേ ഇത് മേടിക്കണം എന്ന് വിചാരിച്ചിട്ട് കാർട്ടിലൊക്കെ ഇട്ട് വെച്ചായിരുന്നു കേട്ടോ. കയ്യിൽ ക്യാഷ് ഇല്ലാത്തതുകൊണ്ട് അത് കുറെ കാലം കാർട്ടിൽ തന്നെ കിടന്നു. കുഴപ്പമില്ല, അങ്ങനെ അവസാനം നമ്മൾ മേടിച്ചു. അപ്പൊ നമ്മളെ വിന്നറിന്റെ ഗിഫ്റ്റ് ഞാൻ പൊട്ടിച്ചിട്ടില്ല, അങ്ങനെ അങ്ങ് പാക്ക് ചെയ്യുക ചെയ്തത്. അത് നമ്മളെ വിന്നർ തന്നെ അൺബോക്സ് ചെയ്തോട്ടെ. സംഭവം രണ്ടും സെയിം തന്നെയാട്ടോ. അപ്പൊ ഇനി നമ്മളെ ജേർണലിംഗ് സെറ്റിനെ കുറിച്ചിട്ട് പറയാം. സംഭവം കാണാൻ ഭയങ്കര ചെറുതാണെങ്കിലും 232 പീസ് ഉണ്ട് അത്രേന്റെ ഉള്ളിൽ. അപ്പൊ ഇതിന്റെ ഉള്ളിൽ ആദ്യത്തെ ഐറ്റം എന്ന് പറയുന്നത് ഒരു ക്യൂട്ട് ഗ്രിഡ് ലൈൻ നോട്ട്ബുക്ക് ആട്ടോ. A6 സൈസിലാട്ടോ വരുന്നത്. അതിന്റെ മുകളിൽ ഒരു കവറും ഉണ്ട്, അത് വേണമെങ്കിൽ നമുക്ക് ഇതേപോലെ റിമൂവ് ചെയ്യാട്ടോ. പിന്നെ അതിലുള്ളത് 60 പീസസ് നോട്ട് പേപ്പേഴ്സ് ആട്ടോ. ഇത് തന്നെയാണ് നമ്മളെ ടു ഡു ലിസ്റ്റും വരുന്നത്. സാധനം അത്യാവശ്യം കട്ടിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്, കാണാനും ഒരു രസമൊക്കെ ഉണ്ടല്ലേ. ഇനി അടുത്ത ഐറ്റം എന്ന് പറയുന്നത് കുറച്ച് സ്പെഷ്യലാണ്, അതുകൊണ്ട് ഞാൻ ലാസ്റ്റ് കാണിക്കാം. നോക്കട്ടെ നിങ്ങൾക്ക് എത്ര പേർക്ക് ക്ഷമയുണ്ട്. ഈ ഒരു സംഭവത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിനെ എന്ത് പേരിട്ട് വിളിക്കണം എന്ന് എനിക്കറിയില്ല. കണ്ടിട്ടൊക്കെ ഏകദേശം നമ്മള് ജേർണലിംഗ് ഒക്കെ ചെയ്യുമ്പോൾ പോളറോയിഡ്സ് ഒക്കെ പോലെ ഒട്ടിക്കുന്ന സംഭവമാണെന്ന് തോന്നുന്നു. ഇനി നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതെന്താണ് സംഭവം എന്ന് പിടിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ഇതിന്റെ പേര് പറഞ്ഞുതരാം കേട്ടോ. വേറൊന്നും കൊണ്ടല്ല, ഞാൻ ഈ ജേർണലിംഗ് സെറ്റും സംഭവങ്ങളൊക്കെ ഇപ്പൊ ഇതാ ആദ്യമായിട്ട് ഉപയോഗിക്കുകയാണ്. ഒരുപാട് വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടെങ്കിലും കയ്യിൽ കിട്ടണ ആദ്യമായിട്ടാണല്ലോ. അപ്പോ എന്താ ഏതാണെന്നൊന്നും വലിയ പിടിയില്ല. ഇനി നമുക്ക് സമയം എടുത്ത് പഠിക്കാലോ. ഇതെന്റെ ആദ്യത്തെ ജേർണലിംഗ് സെറ്റ് ആയതുകൊണ്ട് ഇതിന്റെ ഉള്ളിൽ എന്താണെന്നുള്ള അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു ആകാംക്ഷ കാരണം സാധനം കൈ കിട്ടി അടുത്ത സെക്കൻഡ് തന്നെ പെട്ടി ആക്രാന്തത്തോടെ പൊട്ടിച്ച് എന്നെ ഞാൻ വീണ്ടും ഒന്ന് സ്മരിക്കുന്നു. അതൊക്കെ എന്തെങ്കിലാവട്ടെ. അടുത്ത ഐറ്റാണ് ഈ വാഷി ടേപ്പ്. വാഷി ടേപ്പ് ആകെ ഒന്നേ ഉള്ളായിരുന്നു, പകരം നമുക്കിതാ ഇങ്ങനത്തെ 3 പിൻ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇത് അത്യാവശ്യം നല്ല യൂസ്ഫുൾ ആയിട്ട് എനിക്ക് തോന്നി, കാണാനും ഒരു ഭംഗിയൊക്കെ ഉണ്ട്. ഇനി ഇതാ ഇതേപോലത്തെ 2 എൻവലപ്സ് ആണ്. ഇത് നമുക്ക് നമ്മളെ ഫേവറേറ്റ് ആയിട്ടുള്ള പേഴ്സണിന് കൊടുക്കാൻ പറ്റുന്ന ഐറ്റാണ്. ഇതിൽ ഒന്ന് ബ്ലൂ ഷെയ്ഡാണ്, ഒന്ന് പർപ്പിൾ ലൈക്ക് ഷെയ്ഡാ വരുന്നത്. രണ്ടും കാണാൻ ഭയങ്കര രസമുണ്ട്. ഇനി അടുത്ത ഐറ്റംസ് എന്ന് പറയുന്നത് ഈ ജേർണലിംഗ് സെറ്റിൽ എനിക്ക് രണ്ടാമത് പ്രിയപ്പെട്ട ഐറ്റാണ്. വേറൊന്നുമല്ല, സ്റ്റിക്കേഴ്സ്. നിങ്ങൾക്ക് എന്റെ വീഡിയോ കണ്ടാൽ തന്നെ അറിയാം, ഞാനൊരു സ്റ്റിക്കേഴ്സ് പ്രാന്തിയാണ്. എത്രയോ തവണ ഞാൻ സ്റ്റിക്കർ ഉണ്ടാക്കുന്ന വീഡിയോ ഇട്ടിട്ടുണ്ട്. ഇനി വീഡിയോ ഇടാതെ ഞാൻ ഒരുപാട് സ്റ്റിക്കേഴ്സ് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. ഒരിക്കൽ പോലും ഞാൻ പുറമേന്ന് ഒരു സ്റ്റിക്കർ മേടിച്ചിട്ട് നമ്മൾ വീഡിയോ ചെയ്തിട്ടില്ല. എടുത്തു പറയുകയാണെങ്കിൽ നമ്മൾ ജേർണലിംഗ് ചെയ്യാൻ എടുത്തത് കംപ്ലീറ്റ് ഹാൻഡ് മെയ്ഡ് സ്റ്റിക്കേഴ്സ് ആയിരുന്നു. അതുകൊണ്ട് ഈ ചാനൽ തുടങ്ങിയതിനു ശേഷം ഞാൻ മേടിക്കുന്ന ആദ്യത്തെ റിയൽ സ്റ്റിക്കേഴ്സ് ആട്ടോ ഇത്. നോട്ട് ദ പോയിന്റ്, ചാനൽ തുടങ്ങിയതിന് ശേഷം. അപ്പോൾ ഈ സ്റ്റിക്കേഴ്സ് വെച്ചിട്ട് ഞാനൊരു പൊളി ഒളിക്കും. അടുത്തത് ഇതേപോലത്തെ കുറച്ച് പാറ്റേൺ പേപ്പേഴ്സ് ആട്ടോ. പാറ്റേൺ പേപ്പേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഇതിനെ തള്ളി പറയാൻ വരട്ടെ, ഇതെല്ലാം നല്ല നല്ല പെയിന്റിങ്സും കൂടി ആട്ടോ. അതുകൊണ്ട് നമുക്ക് പാറ്റേൺ പേപ്പേഴ്സ് ആയിട്ട് അല്ലാതെയും കയ്യിൽ നല്ല ഫ്രെയിം ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വാളിന്റെ മുകളിൽ ഫോട്ടോസ് ആയിട്ട് വെക്കാനും പറ്റും കേട്ടോ. നോക്കട്ടെ, നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ആക്ച്വലി ഇത് പേപ്പറിൽ മാത്രമല്ല PVC ഷീറ്റ് ആയിട്ടും വരുന്നുണ്ട് കേട്ടോ. അതും ഭയങ്കര ഭംഗിയിലാട്ടോ ഉള്ളത്. ഇതിന് വേണമെങ്കിലും നമുക്ക് ഫ്രെയിമിലൊക്കെ വെക്കാൻ പറ്റും, ഇല്ലെങ്കിൽ നമുക്ക് ജേർണലിംഗ് ചെയ്യുന്നതിലും വെക്കാൻ പറ്റും. ഇനി ഇതിന് പുറമെ നമുക്ക് കുറച്ച് വലിയ സൈസിൽ വരുന്ന പെയിന്റിങ്സ് ഉണ്ട് കേട്ടോ. മിക്കവാറും ഈ ജേർണലിംഗ് സെറ്റ് ഇറക്കിയ ആൾക്കാർ എന്നെ പിടിച്ച് ചവിട്ടാൻ ചാൻസ് ഉണ്ട്. വേറൊന്നുമല്ല, ഞാൻ ഇതിനെ പെയിന്റിങ് എന്നാ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആക്ച്വലി ഇതിന്റെ പേര് ഫ്രെയിം കാർഡ്സ് എന്നാണ്. ഇനി ഇതല്ലാണ്ട് വേറെയും പേരുകൾ ഉണ്ടോ എന്ന് എനിക്ക് അറിയില്ല കേട്ടോ. ഇനി ലാസ്റ്റ് ആൻഡ് ഫൈനൽ ആയിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ സ്പെഷ്യൽ ഐറ്റം ഉണ്ടല്ലോ, അതെന്തൊക്കെയാ നിങ്ങൾക്ക് കാണിച്ചു തരാം. സത്യം പറയാലോ, ഇതിന്റെ ഉള്ളിലിരിക്കുന്ന കുഞ്ഞു കുഞ്ഞു ഐറ്റംസ് ആണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്. ഇതിന്റെ അകത്ത് പലതരം സ്റ്റാമ്പുകളുണ്ട്, ഫ്രെയിമുകളുണ്ട്, അതേപോലെ ടാഗുകളുണ്ട്, അങ്ങനെ ഒത്തിരി ഐറ്റംസ് ഉണ്ട്. പിന്നെ നമ്മൾ നേരത്തെ കാണിച്ചിരുന്ന പോലത്തെ PVC ടൈപ്പ് വരുന്ന ഒരു സ്റ്റിക്കർ പോലത്തെ ഒരു സംഭവം ഉണ്ട് കേട്ടോ. പൈസ മുതലായി എന്ന് പറയാലോ, എനിക്ക് സംഭവം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ജേർണലിംഗ് സെറ്റ് മേടിക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഞാൻ അതിന്റെ ലിങ്ക് നമ്മളെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാട്ടോ. ഒന്നും നോക്കണ്ട, കയറി മേടിച്ചോളി. സംഭവം നൈസ് സാധനങ്ങളൊക്കെയാണ്. ഞാൻ ഈ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്ന പോലെ ഒന്നല്ല. നിങ്ങൾ ജേർണലിംഗ് ഒക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു സാധനം കയ്യിൽ കിട്ടുമ്പോൾ ഭയങ്കര സന്തോഷമായിരിക്കും, ഭയങ്കര യൂസ്ഫുള്ളും ആയിരിക്കും. അപ്പൊ എന്റെ ഈ ഫസ്റ്റ് ജേർണലിംഗ് സെറ്റ് ഞാൻ ഒരിക്കലും മറക്കൂല. ഇനി നമുക്ക് ഈ ജേർണലിംഗ് സെറ്റ് ഒക്കെ വെച്ചിട്ട് കുറച്ച് ജേർണൽസ് ഒക്കെ ചെയ്യാല്ലേ. അപ്പൊ അതിന്റെ ഇടയ്ക്ക് ഒരു കാര്യം പറയട്ടെ, നമുക്ക് ക്രിസ്മസ് ഫ്രണ്ട് ആയിട്ട് നമുക്ക് കിട്ടിയിരുന്നത് JKK111 എന്ന് പറഞ്ഞിട്ടൊരു അക്കൗണ്ട് ആയിരുന്നു. ആളെ പേര് നിമിഷ എന്നായിരുന്നു കേട്ടോ. അപ്പോൾ ഈ വീഡിയോ നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത് നമ്മൾ വിന്നർക്ക് ഗിഫ്റ്റ് കൊടുക്കുന്നതിന്റെ തലേ ദിവസമാണ്. പക്ഷെ ഞാൻ വീഡിയോ പോസ്റ്റ് ചെയ്തില്ല, കാരണം വിന്നറുടെ കയ്യിൽ ഗിഫ്റ്റ് എത്തിക്കഴിഞ്ഞിട്ട് ഫോട്ടോസ് ഒക്കെ അയച്ചതിന് ശേഷം അതൊരു വീഡിയോ ആയിട്ട് ചെയ്യാന്ന് വിചാരിച്ചു. അപ്പൊ നമ്മളെ വിന്നർ ആയിട്ടുള്ള നിമിഷക്കുട്ടി ഗിഫ്റ്റ് കൈ കിട്ടിയതിനു ശേഷം എന്ത് പറയണെന്ന് നമുക്ക് നോക്കാം. 3 days later. അപ്പൊ നമ്മള് വിന്നർ ഭയങ്കര ഹാപ്പി ആട്ടോ. ആദ്യമായിട്ടാണ് ഒരു ജേർണലിംഗ് സെറ്റ് ഒക്കെ കിട്ടുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അതേപോലെ കമന്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കണ്ട.